നമസ്കാരം. RRB NTPC ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പാർട്ട് 4 വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പേഴ്സണലായിട്ടുള്ള കുറച്ച് തിരക്കുകളും കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്ര നീണ്ടുപോകാൻ കാരണം. അതിനാദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാനത്തെ ഭാഗമാണ് പാർട്ട് 5. അപ്പം ഈ ചാനലിൽ നമ്മൾ RRB NTPCയുടെ സിലബസുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കാര്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ക്രാക്ക് RRB NTPCയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇതുവരെ നമ്മൾ 72ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് 73ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താണ്? വാട്ട് വിൽ ₹80,000 amount to in 2 years at the rate of 20% per annum if interest is compound half yearly? അതായത് നമ്മളിപ്പോൾ 80,000 രൂപ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട്, ആ എമൗണ്ട് 2 വർഷത്തേക്ക് നമ്മൾ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 20% പെർ ആനത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം നമുക്ക് എത്ര എമൗണ്ടാണ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് സിമ്പിളാണ്. ഇത് നമ്മളെന്താണ് നോർമൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണോ കാണുക അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ നോർമൽ മെത്തേഡിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നോർമൽ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എമൗണ്ട് നമുക്ക് എന്ന് എഴുതാം. എമൗണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ഇക്വേഷൻ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. P × 1 + R/100 (T). ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? എ എന്ന് പറയുന്നത് നമ്മളെ എമൗണ്ട് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. പി എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഇവിടെ 80,000. പിന്നെ 1 + R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മളിത് ചെയ്യാൻ നിന്നാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. മാത്സ് അത്ര എളുപ്പമുള്ളവർക്ക് ഇതുപോലെ തന്നെ ചെയ്യാം, അല്ലാതെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളതിന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. നമുക്ക് ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഏതൊരു ടൈപ്പ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാനിവിടെ ഇപ്പം എഴുതാൻ പോകുന്ന ഒരു 3 റേഷ്യോസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം, ഓർമ്മിച്ച് വെക്കണം. ഞാൻ കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ഞാനിവിടെ 3 റേഷ്യോസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാം. എന്താണ്? ഒന്ന് 2:1, അതുപോലെ 3:3:1, പിന്നെയുള്ളത് 4:6:4:1. അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള, അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ആകെ നോക്കേണ്ടത് എന്താണ്? ഇയർ മാത്രം. നമുക്ക് തന്നിട്ടുള്ള, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഹാഫ് ഇയർലി ആണെങ്കിൽ ഹാഫ് ഇയർലി, അല്ലെങ്കിൽ ഇയേഴ്സ് എത്രയാണ് നമുക്ക് തന്നില്ല വർഷം മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ 2 വർഷവും ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് 2 വർഷത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുക. 2:1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ 3 വർഷമാണെങ്കിൽ 3:3:1 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ അല്ല, ഈ ഒരു റേഷ്യോ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ 4:6:4:1 എന്ന് പറയുന്നത് 4 ഇയേഴ്സ് ഉള്ളതിന്. അപ്പോൾ ഇത് നമ്മളെന്താണ് തന്നിട്ടുള്ള അതായത് ടൈം പീരീഡിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഷ്യോ നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിപ്പം തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 80,000 അല്ലേ. അതുപോലെ 80,000 തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ടൈം പീരീഡ് 2 ഇയേഴ്സ് ആണ് ടി എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഹാഫ് ഇയർലിയാണ്. അപ്പം 2 എന്ന് പറയുന്നത് എന്താവും? ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ അപ്പോൾ 4 ടൈം പീരീഡ് എന്തായി? 4 ആവും. ഹാഫ് ഇയർലി ആണ്, അതായത് ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 2 കൊല്ലം എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മളെന്തായി? ഇവിടെ നമ്മുടെ ടൈം പീരീഡ് അത് 4 ആയി. അതുപോലെ നെക്സ്റ്റ് നമുക്ക് തന്നില്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 20% അതായത് 2 ഇയേഴ്സിലാണ്. അപ്പം 4 ഇതിൽ വരുമ്പോൾ എന്താണ്? അത് നേരെ എന്താവും? /2 ആയിട്ട് എന്താവും? 10% ആവും. എങ്ങനെ ഇത് വന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഹാഫ് ഇയർലി ആയതുകൊണ്ടാണ് 4. അതായത് 2 കൊല്ലം എന്ന് പറയുന്നത് 4 ഹാഫ് ആണല്ലോ. അതുപോലെ ഓരോ ഹാഫിൽ ഒരു കൊല്ലത്ത് 20% ആണ് ലഭിക്കുക. അപ്പം പകുതി 10 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റേഷ്യോ നമ്മൾ ഏത് റേഷ്യോ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇനി നമ്മൾ നോക്കേണ്ടത്.
ഓക്കെ, ഇവിടെ നമ്മൾ 2:1 റേഷ്യോ ആണോ യൂസ് ചെയ്യേണ്ടത്? അല്ല. എന്തുകൊണ്ട്? കാരണം നമുക്ക് വെറും 2 ഇയേഴ്സ് മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് 2:1 എന്ന് പറഞ്ഞ റേഷ്യോ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഹാഫ് ഇയർലി ആയതുകൊണ്ട് എന്താണ്, നമ്മുടെ ടൈം പീരീഡ് മാറി എന്തായി, 4 എന്നായി. അപ്പോൾ എന്താണ്, 4ൻ്റെ റേഷ്യോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 4ൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ റേഷ്യോ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, 4:6:4:1. ഇതെന്താണ് ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്ന് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 80%. ഇനി നമ്മൾ നോർമൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. 80%ൻ്റെ എത്രയാണ്? ഹാഫ് ഇയർലി അല്ലേ? അപ്പോൾ 10% നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ്? 8,000 അല്ലേ? അപ്പം 8,000 കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഈ 8,000ൻ്റെ 4 പ്രാവശ്യം നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. കാരണം 4 കൊല്ലത്തേക്കാണ്, 4 ഹാഫ് ഇയർലി ആയതുകൊണ്ട് 4 ഹാഫ് മന്ത്സ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പം അടുത്തത് നേരെ നമ്മൾ ചെയ്യേണ്ടത് 8,000 എടുക്കുക, അതിൻ്റെ 10%. അപ്പോൾ ഒരു വർഷത്തേക്കുള്ളത് കോമ്പൗണ്ട് നമുക്ക് അവിടെ കിട്ടും. 100 പോയി. അപ്പോൾ എത്രയും 800. ഓക്കെ, ഇനി അടുത്തത് 800ൻ്റെ 10%. 800ൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 80. അതും ഓക്കെ. ഇനി അടുത്തത് 80യുടെ 10%. 80യുടെ 10% എന്ന് പറയുന്നത് 8. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടി. എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ തന്നില്ല പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 10%, 6 മാസത്തേക്കുള്ള പലിശ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത് 80,000. അതുപോലെ ആ 8,000ൻ്റെ അടുത്ത നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ എടുക്കേണ്ടത് 80,000ൻ്റെ പ്ലസ് 8,000 ആഡ് ചെയ്തിട്ടുള്ളതല്ല. നമുക്ക് 80,000ൻ്റെ ഇത് എത്രയാണോ കിട്ടിയത് അതിൻ്റെയാണ്. അതായത് ഇവിടെ 80,000ൻ്റെ നമ്മൾ 10% എടുത്തപ്പോൾ നമുക്ക് 8,000 കിട്ടി. പിന്നെ നമ്മൾ ചെയ്യുന്നത് 8,000ൻ്റെ 10%, പിന്നെ അതുപോലെ അവിടെ കിട്ടുന്നതിൻ്റെ എത്രയാണോ പെർസെൻറ്റേജ് തന്നിട്ടില്ല അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം മനസ്സിലായല്ലോ എങ്ങനെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് മാറ്റിയത്, അവിടെ സ്പേസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 8,000 ആയി, 800 ആയി, 80 ആയി, 8 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇനിയാണ് നമ്മൾ തന്നിട്ടുള്ള റേഷ്യോനെ കൊണ്ടുള്ള ഉപയോഗം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 4 അല്ലേ, 8,000നെ നമ്മൾ എന്ത് ചെയ്യണം? 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 8 4 സാർ 32. അപ്പം ഇവിടെ നമുക്ക് എന്തായി? 32,000 കിട്ടി. അടുത്തത് 6. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 6നെ കൊണ്ട് അടുത്ത സെക്കൻഡ് നമുക്കത് കിട്ടിയത് 800. 6 8 സാർ 48. അപ്പം 4,800. അതുപോലെ നെക്സ്റ്റ് നമുക്കുള്ളത് 4 × 80 320 അല്ലേ, 320. ഇനി അടുത്തത് എന്താണ്? 8 ആണ്. ഇവിടെ നമ്മളെ റേഷ്യോയിൽ 1 ആണ്. 1 × 8 8. അപ്പോൾ ഇതെങ്ങനെ എഴുതിയെന്നുള്ള മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ പെർസെൻറ്റേജ് വെച്ചിട്ട് കണ്ടുപിടിച്ചു, ആ എമൗണ്ടിനെ നമ്മൾ ഈ റേഷ്യോനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇത് മൊത്തം ആഡ് ചെയ്യാം. അപ്പം 0 0 0 ഇവിടെ 8, അതുപോലെ 2 8 3 8 + 3 11 4 + 2 6 + 1 7. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 37,128 എന്നുള്ളൊരു എമൗണ്ട് നമുക്ക് കിട്ടി. എത്രയാണ് നമുക്ക് കിട്ടിയത്? 37,128. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ അപ്പുറം നമുക്കിപ്പോൾ കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണോ അത് ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു 37,128. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 2 1 7 8 + 3 11 1,17,128 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഞാനിതിപ്പം പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷന് കാരണമല്ലാത്ത കോസ് എന്താണെന്ന് ഇവിടെ തന്നിട്ടുള്ളത്. നോട്ട് എ കോസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എ മറൈൻ ഡംപിങ്. മറൈൻ ഡംപിങ് എന്ന് പറഞ്ഞാൽ കടലിലേക്കുള്ള എന്താണ് നമ്മൾ ഈ ഓരോ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യുന്നത്. അതായത് ഹൗസ് ഹോൾഡ് വേസ്റ്റ് നമ്മൾ കടലിലേക്ക്
കളയുന്നത് ഓൺഷോർ ഷിപ്പിംഗ് ഫിഷിംഗ്. ഓൺഷോർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫിഷ് നമ്മളെ മീൻപിടുത്തം തന്നെ, ഓയിൽ സ്പില്ലേജ്, ഓയിൽ കടലിലേക്ക് മറിഞ്ഞിട്ടുണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഇത് നോക്കിയാൽ ഇതിന് വലിയ കോമൺ സെൻസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ്. ഒരിക്കലും നമ്മളെ ഈ ഒരു ഫിഷിങ്, ഓൺഷോർ ഫിഷിങ് നമുക്ക് വാട്ടർ പൊല്യൂഷന് കാരണമാവുന്നില്ല. അപ്പം ഇവിടുത്തെ ആൻസർ വാട്ടർ പൊല്യൂഷന് കാരണമാവാത്ത കോസ്റ്റ് എന്ന് പറയുന്നത് ഓൺഷോർ ഫിഷിംഗ് ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം. ഇതൊരു വലിയ ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, നോർമലായിട്ട് നമുക്ക് ഏതൊരാൾക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ബോട്ട് ട്രാവൽസ് ഫ്രം സിറ്റി എക്സ് ടു സിറ്റി വൈ. ഒരു സിറ്റി എക്സ് നിന്ന് സിറ്റി വൈയിലേക്ക് എന്താണ് അപ്സ്ട്രീമിൽ പോകുന്നു. ആൻഡ് റിട്ടേൺ ഫ്രം സിറ്റി വൈ ടു എക്സ് ഇൻ ഡൗൺ സ്ട്രീം. അതായത് അങ്ങോട്ടേക്ക് അപ്സ്ട്രീമിലും ഇങ്ങോട്ടേക്ക് ഡൗൺ സ്ട്രീമിലും വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്രയാണ്? 40 km/h. സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 40 km. ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 km/h. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ റൗണ്ട് ട്രിപ്പ്. ആവറേജ് സ്പീഡ് എത്രയാണ്? ആ ഒരു റൗണ്ട് ട്രിപ്പിന് എടുത്തിട്ടുള്ള ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ബോട്ട്സിൻ്റെ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ഉള്ള വരുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് ഈ ഒരു സംഭവം, അതായത് അപ്സ്ട്രീം ഡൗൺ സ്ട്രീം വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് വന്നാലും നിങ്ങൾക്കത് എളുപ്പത്തിൽ ആൻസർ എന്തായാലും ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമുക്കറിയാവുന്ന കാര്യം ഞാനിപ്പം ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ കാണേണ്ടത് നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത് അപ്സ്ട്രീം മനസ്സിലാക്കണം, എന്താണ് ഡൗൺ സ്ട്രീം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വാട്ടറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൽ തിര അല്ലെങ്കിൽ ഒഴുക്ക് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇങ്ങോട്ടേക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതിനാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒഴുക്കും നമ്മൾ എന്തിലാണോ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ സാധനം അതും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് ഡൗൺ സ്ട്രീമും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അപ്സ്ട്രീമും. ഓക്കെ, അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് സ്റ്റിൽ വാട്ടറിൽ തന്നിട്ടുണ്ട്. സ്റ്റിൽ വാട്ടറിൽ 40 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ സ്പീഡ് ഓഫ് ദ സ്ട്രീമിൻ്റെ എന്ന് പറയുന്നത് 10 km/h തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, നിങ്ങളിപ്പോൾ നോട്ട് ചെയ്തോളൂ. എന്തായാലും അടുത്ത ഇതിൻ്റെ ഡൗൺ സ്ട്രീമും ബോട്ട്സ് ആൻഡ് സ്ട്രീമിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ക്ലാസ് തന്നെ ഉണ്ടാവും. അപ്പം ഇതിപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡൗൺ സ്ട്രീം സ്പീഡ് ഇൻറ്റു അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. ഇതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്? ഡൗൺ സ്ട്രീം സ്പീഡിൻ്റെയും അപ്സ്ട്രീം സ്പീഡിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് എന്തായാലും അതിൻ്റെ വീഡിയോ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതാണ് ഇക്വേഷൻ, അതായത് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡൗൺ സ്ട്രീം സ്പീഡ് ഇൻറ്റു അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 km/h തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡും അപ്സ്ട്രീം സ്പീഡും നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്, ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേ ഡയറക്ഷനിലാണ്. അതായത് ബോട്ട് ട്രാവൽ ചെയ്യുന്നതും വാട്ടറിൻ്റെ ഫ്ലോയും ഒരേ ഡയറക്ഷനാണ്. അതിനർത്ഥം എന്താണ്? രണ്ടിൻ്റെയും സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സം ആയിരിക്കും. 40 + 10 അല്ലേ. അപ്പോൾ 50 km/h ആണ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? സിമ്പിളാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് കുറവായിരിക്കും. 40 - 10 ചെയ്യാം. അപ്പോൾ എത്രയാണ്? 30 km/h.
മനസ്സിലായല്ലോ? അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും എന്നുള്ള എന്താണ് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ എളുപ്പമായി. അതായത് ബോട്ടിൻ്റെ സ്പീഡും സ്റ്റിൽ വാട്ടറിൻ്റെ സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിൻ്റെ സ്പീഡും അതുപോലെ സ്ട്രീമിൻ്റെ സ്പീഡും കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാ ടേംസും ഇവിടെ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യാം. നമുക്കിത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇത് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുക 37.5. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 18x 72 ആർ ഇൻ എ കണ്ടിന്യൂഡ് പ്രൊപ്പറേഷൻ ഫൈൻഡ്. ഈ എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? സിമ്പിളാണല്ലോ. അതിൻ്റെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 18 × 2 എത്രയാണ്? 36. 36 × 2 72. ഒരേ പ്രൊപ്പോർഷനിൽ പോകണമെന്ന്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 36. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻസാണ്. അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ വൺ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഓർ ഓഡ് ഫ്രം ദ ഫോളോയിങ്. നമുക്ക് തന്നിട്ടുള്ള ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സിരിയസ്, മാർസ്, നെപ്റ്റ്യൂൺ, സാറ്റേൺ. ഇത് നോക്കി ഒറ്റയടിക്ക് പറയാൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എ, സിരിയസ് ആണ്. എന്താണ് ബാക്കി മാസ്, നെപ്റ്റ്യൂൺ, സാറ്റേൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സ് ആണ്. സീരിയസ് എന്ന് പറഞ്ഞാൽ ഷൈനിങ് സ്റ്റാർ ആണ്. ഓക്കെ. അടുത്ത 78ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 3.26 × 7.2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക വേണ്ടു. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ട്രിക്കിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഇതാ ഞാനിവിടെ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ്? ആദ്യം പോയിൻറ്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 326 × 72. നമ്മൾ ട്രിക്ക് പ്രകാരം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ പ്രകാരം അവസാനത്തെ ഡിജിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനത്തെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 23,472 എന്നാണ് ആൻസർ കിട്ടുക. നമുക്കിവിടെ പോയിൻറ്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്? 2, 1. അപ്പോൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 സ്ഥാനം കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി 23.472 ആണ്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ വീഡിയോ കാണാതിരിക്കാൻ മറക്കാതിരിക്കുക. അടുത്തത് വാട്ട് ഈസ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ മീഡിയൻ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മോഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ ചെയ്യാറ്? ഓർഡറിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് മിഡിൽ വരുന്ന നമ്പർ ഏതാണോ അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മിഡിൽ വരുന്ന നമ്പർ 26. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി 26 ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ചെയ്യേണ്ടത് ഇത്ര എളുപ്പമാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തത് 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ ഈസ് ഈക്വൽ ടു 1 ദെൻ ഈറ്റ് ഈസ് ഈക്വൽ ടു 26 ദെൻ സീറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടെ തന്നെ ക്ലൂ എല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈറ്റ് എന്ന് പറയുന്നത് 26. അപ്പം വാല്യൂ ഓരോ ലെറ്റേഴ്സിന് വാല്യൂ കൊടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്ക് എത്രയാണ് വാല്യൂ വരിക? ഇ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതായത് 5th നമ്പറാണ്. അതുപോലെ ടി എന്ന് പറയുന്നത് എന്താണ്? 20. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26 എന്ന് ആൻസർ കിട്ടും. അതാണ് ഈറ്റ് എന്ന് പറയുന്നത് 26. അപ്പോൾ സീറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ഇവിടെ വന്നിട്ടുള്ളത് എസ് ആണ്. അപ്പോൾ എസിൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാണെന്ന് നോക്കുക. എസിൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാണ്? എസിൻ്റെ പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് 19 ആണ്. അപ്പം ബാക്കി ഈറ്റ് തന്നെയാണ്. 26 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണ്? 45 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എ 45. ഓക്കെ. അടുത്തത് വിച്ച് എമംഗ് ദ 81ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ദ ഗിവൺ നമ്പേഴ്സ്. തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏതാണ് ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ളത്? അതായത് കറക്റ്റ് ഇവിടെ തന്നിട്ടുള്ള ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷൻ്റെ അത് ഏതാണ് കറക്റ്റ് ഫ്രാക്ഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫ്രാക്ഷൻ്റെയും ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അതായത് ഇതുപോലത്തെ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ നോർമലി ഇതിപ്പം നമുക്കറിയാവുന്ന ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്. ചിലതിൽ നമുക്ക് ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ചിലതിൽ നമുക്ക് ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണോ നമുക്ക് എളുപ്പം തോന്നുന്നത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ഡിവിഷൻ ചെയ്യുന്നത് അതുപോലെ ഡിവിഷൻ ചെയ്തിട്ട് കിട്ടുന്ന പോയിൻറ്റ്സിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ അതായത് 13/21 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.61 ആണ്. അതുപോലെ 57/97 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.58 ആണ്. അതുപോലെ 52/9
94 ചെയ്താൽ നമുക്ക് കിട്ടുന്ന 4 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.53 ആണ്. അതുപോലെ തന്നെയാണ് 36 ഡിവൈഡഡ് ബൈ 79 നമുക്ക് ചെയ്താൽ കിട്ടുന്നത് 0.45. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഇതിലേതാ, അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഏതാണ് തന്നിട്ടുള്ളതിൽ കറക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 36/79 ആണ്. അപ്പോൾ 36/79, അപ്പോൾ 3 ആണ്. നമുക്ക് എ ഒഴിവാക്കാം, BCD. നെക്സ്റ്റ് 0.45 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? 0.53, അതായത് 52/94. 52/94 വരുന്നത് 2 ഉണ്ട്. അപ്പം ബിയും നമുക്ക് ഒഴിവാക്കാം, സിയും ഡിയും നോക്കാം. അടുത്ത മൂന്നാമത്തത് വരുന്നത് 57/97. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഇനി നമുക്ക് 82ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ബാഡ്മിൻ്റൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹാർഡ് ഹിറ്റ് ഓവർഹെഡ് ഷോട്ട് ദാറ്റ് ഫോഴ്സസ് ദ ഷട്ടിൽ ഷാർപ്ലി ഡൗൺവേർഡ്സ് ഇൻ ടു ദ ഓപ്പണൻറ്റ്സ് കോർട്ട്. അതായത് ഓവർഹെഡ് ഷോട്ടിൻ്റെ പേരെന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എ സ്മാഷ്, ബി വുഡൻ ഷോട്ട്, സി ഹെയർ പിൻ ഷോട്ട്, ഡി ഡ്രൈവ്. അപ്പം നമുക്ക് ഈ എന്തൊക്കെയാണ് ഈ ഒരു ഷോട്ട് എന്നുള്ളത് അറിയണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് ഞാൻ ആദ്യം പറയാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്മാഷ് ആണ്. അതായത് സ്മാഷിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. വരുന്ന ബോൾ നമ്മളെ തലയ്ക്ക് മുകളിലൂടെ വരുന്ന ബോൾ നമ്മൾ തുള്ളി ഉയർന്ന് ഓപ്പണൻറ്റിൻ്റെ കോർട്ടിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് അടിക്കുന്നതാണ് എന്താണ്? സ്മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്മാഷ് ആണ്. അതുപോലെ വുഡൻ ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള റാക്കറ്റിൻ്റെ വുഡൻ പാർട്ട് കൊണ്ട് നമ്മൾ എങ്ങനെയാണോ കോക്ക് അല്ലെങ്കിൽ ഷട്ടിൽ ഹിറ്റ് ചെയ്യുന്നത് അതിനെയാണ് വുഡൻ ഷോട്ട് എന്ന് പറയുന്നത്. ഹെയർ പിൻ ഷോട്ടിൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ഷോട്ട് എന്താണ് മനസ്സിലാക്കണത് നിങ്ങൾക്കൊന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമേജസ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഡ്രൈവ് എന്ന് പറയുന്നത് ബാഡ്മിൻ്റനുമായിട്ടല്ല ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ഷോട്ടാണ്. അടുത്ത 83ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയാണ്. നോക്കാമല്ലോ. എന്താണ്? എ ഷോപ്പ് കീപ്പർ മാർക്സ് ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ അറ്റ് 160. അതായത് ഷോപ്പ് കീപ്പർ ഒരു ആർട്ടിക്കിളിന് എത്രയാണ് പൈസ പറഞ്ഞിട്ടുള്ളത്? 168 എടുത്തു. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇഫ് ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 10%, അതായത് ഈ 160 രൂപയുള്ള ആർട്ടിക്കിളിന് നമ്മൾ 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എത്രയാണ്? 20% ലാഭം കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഉള്ള കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എന്തായാലും കാണാൻ മറക്കാതിരിക്കുക. അതിപ്പോൾ അപ്ലോഡ് ആവുന്നതായിരിക്കും. ഈ ഒരു വീക്കിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് കാണേണ്ട ഇക്വേഷൻ എന്താണ്? അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ള കേസിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് നമുക്കിവിടെ പ്രോഫിറ്റ് ആയത് എന്താണ്? ഗെയിൻ ആയിരിക്കും. ഗെയിൻ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. അതാണ് നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഇവിടെ ഞാനൊരു ഇക്വേഷൻ കൂടി ഈ ഒരു പ്രോഫിറ്റിൻ്റെ കേസിലാണ്. അതായത് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയ കേസാണ് പറയുന്നത്. 20% ഗെയിൻസ് 20% എന്ന് പറയുമ്പോൾ പ്രോഫിറ്റാണ് ഷോപ്പ് കീപ്പർക്കുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ പ്രോഫിറ്റ് ഉള്ള കേസിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് ഗെയിൻ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഈ ഒരു 2 ഇക്വേഷനാണ് നമ്മൾ പ്രോഫിറ്റ് വരുന്ന കേസിൽ ഓർമ്മിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മളെന്തായാലും അടുത്ത ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് വാങ്ങിച്ച് കളയാം. നമുക്ക് ആവശ്യമുള്ളത് കോസ്റ്റ് പ്രൈസാണ്. നമുക്കിവിടെ കോസ്റ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഗെയിൻ എന്ന് പറയുന്നത് 120 ആണ്. അതായത് 20% ആണ് ഗെയിന്. 100 പ്ലസ് 20 120 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കും. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കിവിടെ തന്നിട്ടുള്ളത് ആർട്ടിക്കിളിന് എത്രയാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ്. അപ്പം 100 ആണെങ്കിൽ അത് എന്തായി? 90. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 160. എന്തുകൊണ്ടാണ് 90 വന്നതെന്ന് ഇപ്പോൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ 10% അല്ലേ ചെയ്യേണ്ടത്. അപ്പം യൂഷ്വലി നമ്മൾ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യാറ്. അതായത് 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൻ്റെ അകത്ത് നിന്ന് 10 പോയാൽ 90%-നാണ് വിൽക്കുന്നത്. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 160. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ 9 ഇൻറ്റു 16 ആണ് നമുക്കിവിടെ ചെയ്യുന്നത്. 9 ഇൻറ്റു 16 ചെയ്താൽ അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 144 എന്ന് ആൻസർ. അപ്പോൾ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയത്? 144. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 5/6
ഇങ്ങനെ 5/6 കിട്ടിയ മനസ്സിലായല്ലോ. 5/6 × 144 ചെയ്യാം. ഓക്കെ, 24 × 5, 24 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 120. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ്. നമുക്കിനി 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 84ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 2011? 2011 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യം ഏതാണ് തന്നിട്ടുള്ളവയിൽ? അപ്പോൾ ഇതെല്ലാം ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എരിത്രിയ, സൗത്ത് സുഡാൻ, സ്ലോവേക്കിയ ആൻഡ് ബ്രൂണൈ. അപ്പോൾ ഏത് കൺട്രിയാണ് 2011 ഇൻഡിപെൻഡൻ്റ് ആയത്? 2011 ഇൻഡിപെൻഡൻ്റ് ആയ കൺട്രി എന്ന് പറയുന്നത് സൗത്ത് സുഡാനാണ്. ഏതാണ്? സൗത്ത് സുഡാൻ. 9th July 2011 അന്നാണ് സൗത്ത് സുഡാൻ ഇൻഡിപെൻഡൻ്റ് ആയത്. സൗത്ത് സുഡാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. അതുപോലെ എറിട്രിയ എന്ന് പറയുന്നതും ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. അത് 1991 ഇൻഡിപെൻഡൻ്റ് ആയത്, 1991. അതുപോലെ സ്ലോവേക്കിയ 1993. അതുപോലെ ബ്രൂണൈ ഇൻഡിപെൻഡൻ്റ് ആയത് 1984. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ബിഫോർ ഇൻഡിപെൻഡൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഇൻ എ ഫ്രഞ്ച് കോളനി? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വാസ് എ ഫ്രഞ്ച് കോളനി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആദ്യം നമുക്ക് ആൻസർ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് പറയാം. അതായത് ബിഫോർ ഇൻഡിപെൻഡൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഇൻ എ ഫ്രഞ്ച് കോളനി? ഫ്രഞ്ച് കോളനി അല്ലാത്ത ഏതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എ പുതുച്ചേരി, ബി പാട്ന, സി സൂറത്ത്, ഡി ഗോവ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി പാട്നയാണ്. പാട്ന ഫ്രഞ്ച് കോളനി ആയിരുന്നില്ല. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ വാസ് എ ഫ്രഞ്ച് കോളനി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് തന്നിട്ടുള്ള ഓപ്ഷനിൽ 3 എണ്ണവും എന്തായിരുന്നു? ഫ്രഞ്ച് കോളനീസ് ആയിരുന്നു. അതായത് പുതുച്ചേരി, സൂറത്ത്, ഗോവ എന്ന് പറയുന്നതൊക്കെ ഇൻഡിപെൻഡൻസിന് മുമ്പ്, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഫ്രഞ്ച് കോളനീസ് ആയിരുന്നു. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പാട്ന. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് അഡിഷൻ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ സബ്ട്രാക്ഷൻ മീൻസ് ഡിവിഷൻ, പിന്നെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ മീൻസ് അഡിഷൻ. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഡിവിഷൻ മീൻസ് സബ്ട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്? കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ 15. നമുക്ക് ആദ്യം എക്സ്പ്രഷൻ 15 ഡിവൈഡഡ് ബൈ 7 × 12 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നേരെ ഒന്നും വേണ്ട, സൈൻ അങ്ങ് മാറ്റി കൊടുക്കുക. ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ എന്താണ്? ഡിവിഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ ആണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് അഡിഷനായി മാറും, അഡിഷൻ. അതുപോലെ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഇത് ബോഡ്മാസ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ബോഡ്മാസ് റൂൾ എന്ന് അറിയാലോ? ബോഡ്മാസ് റൂൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബോഡ്മാസിൽ ഡിവിഷൻ കഴിഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ വരുന്നത് അഡിഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം അഡിഷൻ ചെയ്യണം. 15 അഡിഷനിൽ ഇവിടെ ഈ ഒരു ടേം നമുക്ക് ആദ്യം ആഡ് ചെയ്ത് നോക്കാം. അതായത് 12 + -7, അതായത് 12 - 7 ചെയ്താൽ നമുക്ക് എത്രയാണ്? 5 കിട്ടും. +5 - 7 നമുക്ക് വീണ്ടും അഡിഷൻ ചെയ്യുന്നു. 15 + 5 എന്ന് പറയുന്നത് 20, 20 - 7 എന്ന് പറയുന്നത് എത്രയാണ്? 13. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എ 13. ഇത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബോഡ്മാസ് റൂൾ അറിയാത്തവർ അതെന്താണെന്നുള്ളത് നോക്കുന്നത്. 87ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ പെയർ വിച്ച് ഈസ് റിലേറ്റഡ് ഇൻ സെയിം വേ ആസ് ദ വേർഡ് ഇൻ ദ ഫസ്റ്റ് പെയർ ഫ്രം ദ ഗിവൺ ചോയ്സ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ പെയർ പോലെ രണ്ടാമത്തെ ഓപ്ഷന് പറ്റുന്ന പെയർ ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് UAE ദിർഹം എന്നാണ്, കൊറിയ. അപ്പോൾ UAE ദിർഹം എന്താണ് റിലേഷൻ? UAEയിലെ കറൻസിയാണ് ദിർഹം. അപ്പോൾ അതുപോലെ കൊറിയയിലെ കറൻസി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലേറ എന്നല്ല, ലിറ എന്നാണ്. LIRA ആണ്. ലിറയാണ് ഒരു കറൻസി. ലിറ, കിയാത്ത്, വോൺ, ടാക്ക. കൊറിയയിലെ കറൻസിക്ക് പറയുന്ന പേരാണ് വോൺ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വോൺ. അതുപോലെ നമുക്ക് ലിറ എന്താണ്, ക്യാറ്റ് എന്താണ്, ടാക്ക എന്താണെന്നൊക്കെ അറിയണം. ലിറ എവിടുത്തെ കറൻസിയാണ്? ലിറ എന്ന് പറയുന്നത് ടർക്കിയിലെ കറൻസിയാണ്. ടർക്കി. ഓക്കെ, ടർക്കിയിലെ കറൻസിയാണ് ലിറ. അതുപോലെ ക്യാത്ത് എന്ന് പറയുന്നത് എന്താണ്? മ്യാൻമാറിലെ കറൻസിയാണ് ക്യാത്ത്. ടാക്ക നമുക്കെല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശിലെ കറൻസിയാണ് ടാക്ക. അപ്പോൾ മനസ്സിലായല്ലോ? 87ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഇനി നമുക്ക് 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 88ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ ഈസ് 26 years older than his son. 3 years in 3 കൊല്ലത്തിന് ശേഷം he will be 3 times as old as his son. What is the present age of the father? ഫാദറിൻ്റെ ഇപ്പോഴത്തെ ഏജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഫാദറിൻ്റെ ഏജ് എക്സും സണ്ണിൻ്റെ ഏജ് വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള പ്രകാരം എക്സ് മൈനസ് വൈ, അതായത് ഫാദറിൻ്റെ ഏജും സണ്ണിൻ്റെ ഏജും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 26 ആണ് അല്ലേ?
26 ഓൾഡർ എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 years hence, അതായത് 3 കൊല്ലത്തിന് ശേഷം ഫാദറിൻ്റെ ഫാദറിൻ്റെ വയസ്സ് എന്തായിരിക്കും? 3 times old as his son. സണ്ണിൻ്റെ വയസ്സിനേക്കാളും എന്താണ് 3 times ഓൾഡ്. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഹീ വിൽ ബി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 3 times ഓൾഡർ ദെൻ സണ്ണിൻ്റെ വയസ്സെന്ന് പറയുന്നത് എത്രയാണ്? വൈ പ്ലസ് 3. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? 3 കൊല്ലത്തിന് ശേഷം ഇവിടെ y പ്ലസ് 3യും എക്സ് പ്ലസ് 3 എഴുതി എന്താണ്? 3 കൊല്ലം, ഹെൻസ് 3 years എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്ലസ് 3 വന്നത്. ഹെൻസ് 4 years ആണെങ്കിൽ 4 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി. അതിന് നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 3y പ്ലസ് എത്രയാണ്? 3 പ്ലസ് 3 × 3 9. നമ്മളൊന്ന് ടേംസൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 3y പ്ലസ് 9 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3y പ്ലസ് 6. ഇതാണ് എക്സിൻ്റെ വാല്യൂ. നമുക്കിവിടെ ഒരു 3y പ്ലസ് 6 എന്നുള്ള ആൻസർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം കിട്ടിയിട്ടുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സിന് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? 3y പ്ലസ് 6 ഈസ് ഈക്വൽ ടു മൈനസ് y ഈസ് ഈക്വൽ ടു 26 എന്ന് ചെയ്യുന്നു. നമ്മളിതൊന്ന് 3y മൈനസ് y എന്ന് പറയുന്നത് 2y ആണ്. പ്ലസ് 6 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 6 ആവുന്നു. അപ്പോൾ 26 മൈനസ് 6 ചെയ്താൽ 20 ആവുന്നു. y എന്ന് പറയുന്നത് എത്രയാണ്? 20/2 വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്നുള്ള ആൻസർ കിട്ടി. y എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ കിട്ടി. അതായത് സണ്ണിൻ്റെ ഏജ് നമുക്കിവിടെ കിട്ടി. സണ്ണിൻ്റെ ഏജ് എത്രയാണ്? 10. സണ്ണിൻ്റെ ഏജ് 10 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് ഇനി ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് കണ്ടുപിടിക്കാം. അതും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വൈൻ്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. എക്സ് മൈനസ് 10 ഈസ് ഈക്വൽ ടു 26. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒന്നാമത്തേതിൽ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 26 പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 36. അപ്പോൾ ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 36 years. ഓക്കെ, ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ എഴുതിയതാണ്. ഇതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു 2-3 പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജസിൻ്റെയും വീഡിയോ അപ്ലോഡ് ആവാനുണ്ട്. അത് മിക്കവാറും ഈ വീക്ക് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് B 36 years ആണ്. ഓക്കെ, നമുക്ക് 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 89ാമത്തെ ക്വസ്റ്റ്യൻ? വുമൺ കോമ്പീറ്റഡ് ഇൻ ഓൾ ദ സ്പോർട്സ് ഇൻ ഒളിമ്പിക് ഗെയിംസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഇയർ. ഏത് കൊല്ലത്തിലാണ് സ്ത്രീകൾക്കുള്ള എല്ലാ ഇനങ്ങളിലും സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള ഒളിമ്പിക് ഗെയിം ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ 1900 1900, ബി 2012, സി 2014, ഡി 1960. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി 2012 ആണ്. 2012 സ്ത്രീകൾ എല്ലാ സ്പോർട്സ് ഇവൻറ്റ്സിലും ഒളിമ്പിക് ഗെയിംസിലുള്ള എല്ലാ സ്പോർട്സ് ഇവൻറ്റ്സിലും പങ്കെടുത്തത്. 2012 വുമൻസ് ബോക്സിംഗ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഇയറിൽ അതായത് 2012 വുമൻസ് എല്ലാ ഇവൻറ്റ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒളിമ്പിക് ഗെയിംസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1900 പ്രത്യേകത എന്താണെന്ന്. 1900 എന്താണ് സ്ത്രീകൾ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ഫസ്റ്റ് ടൈം സ്ത്രീകൾ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് 1900. ആ കാര്യം ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, അടുത്തത് 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 90th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി മോഡിഫൈഡ് വൺസ് ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് ബൈ ദ മാനുഫാക്ചർ ഓർ ദ കമ്പ്യൂട്ടർ യൂസർ. ഇത് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കതിൽ അതായത് നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? EEPROM, RAM, EEPROM, ROM. ഏതാണ് നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റാത്തത്? ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്താണ്? ROM ആണ്. റീഡ് ഓൺലി മെമ്മറി. അതൊരിക്കലും ഒരു മാനുഫാക്ചറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ROM എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് EEPROM-ഉം EEPROM-ഉം റാമും എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. EEPROM എന്ന് പറയുന്നത് ഇതും എന്താണ്? റീഡ് ഓൺലി മെമ്മറീസ് തന്നെയാണ്. പക്ഷേങ്കിൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. EEPROM എന്ന് പറയുന്നത് ഇറേസബിൾ പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറിയാണ്. ഇറേസബിൾ പ്രോഗ്രാംഡ് റീഡ് ഓൺലി മെമ്മറി, അതായത് ഇറേസ് ചെയ്യാൻ പറ്റും, നമുക്കവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റി. അതുപോലെ EEPROM എന്ന് പറഞ്ഞാൽ എന്താണ്? EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാംഡ് റീഡ് ഓൺലി മെമ്മറി, അതാണ് EEPROM. റാം നമുക്കെല്ലാവർക്കും അറിയാം, റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഇതെന്ന് പറയുന്നത് എന്താണ്? റീഡ് ഓൺലി മെമ്മറി അഥവാ ROM ആണ്. അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ജോൺ പറഞ്ഞു. എന്താ ജോൺ പറഞ്ഞത്?
ഷാരോൺ ഈസ് മൈ പാറ്റേണൽ ഗ്രാൻഡ് മദർ. അപ്പം ജോണിൻ്റെ ഫാദർ മദർ, അതാണ് ഫാദർ മദർ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പാറ്റേണൽ ഗ്രാൻഡ് മദർ, അതായത് അച്ഛൻ്റെ ഫാദർ മദർ. ഗ്രാൻഡ് മദറിൻ്റെ ഓൺലി സൺ എന്ന് പറയും, ഓൺലി സൺസ് ഓൺലി ഡോട്ടർ. ഹൗ ഷാരോൺ ഈസ് റിലേറ്റഡ് ടു ജോൺ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇമേജ് വരച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്താണ്, ജോണിൻ്റെ സിസ്റ്ററാണ് ആര്, ഷാരോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, സിസ്റ്റർ. ഇങ്ങനത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലൊരു ചെറിയൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അല്ലാണ്ട് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തത് ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. ഇതുപോലെ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ലഭിക്കും. അടുത്തത് 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ 2019 റഗ്ബി വേൾഡ് കപ്പ്. അതായത് 2019 റഗ്ബി വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. കാരണം ഇത് പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2016 ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വിൽ ഹോസ്റ്റ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എന്താണ് ചോദിച്ചിട്ടുള്ളത്, 2019 റഗ്ബി വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഓപ്ഷൻസ്, എ ന്യൂസിലാൻഡ്, ബി ഓസ്ട്രേലിയ, സി ഇംഗ്ലണ്ട്, ഡി ജപ്പാൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ജപ്പാനാണ്. ജപ്പാനിൽ വെച്ചിട്ടാണ് 2019 റഗ്ബി വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്, ജപ്പാനിൽ വെച്ചിട്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ കൺട്രി ആദ്യമായിട്ടാണ് റഗ്ബി വേൾഡ് കപ്പിന് വേദിയാകുന്നത്. അത് ജപ്പാനാണ് 2019. അന്ന് 2019 റഗ്ബി വേൾഡ് കപ്പിൽ ജേതാക്കളായത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. റണ്ണേഴ്സ് അപ്പ് ആയത് ഇംഗ്ലണ്ട് ആയിരുന്നു. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, പി ബോട്ട് an article for 1200 and sold it at a profit of 10%. What would have been the increase in the profit percentage if it was sold for rupees 1380? അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, പി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, 1200 രൂപക്ക് ഒരു ആർട്ടിക്കിൾ വാങ്ങി എന്നിട്ടത് 10% പ്രോഫിറ്റിൽ വിറ്റു. പിന്നെ എന്താ പറയുന്നത്, ആ ഒരു ആർട്ടിക്കിൾ 1380 രൂപക്ക് വിറ്റിരുന്നെങ്കിൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഇൻക്രീസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ചോദിച്ചില്ല. ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് പെർസെൻറ്റേജിന് അദ്ദേഹം വിറ്റിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് പഴയ എത്രയാണ് പ്രോഫിറ്റിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1200 സാധനം 1380 വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിലുണ്ടാകുന്ന ഇൻക്രീസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വീഡിയോ വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇക്വേഷൻ പറഞ്ഞിട്ട് വേഗം ആൻസറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക, നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജിലെല്ലാം ഇൻക്രീസ് എത്രയാണെന്ന്, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോർമലി അപ്പം ഇവിടെ എന്താണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആദ്യത്തെ 1200 കേസിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് 1380 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ആ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് പഴയ പെർസെൻറ്റേജ് മൈനസ് ചെയ്താലാണ് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായിരുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് 10% മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് 1380 രൂപയ്ക്ക് വിറ്റാലുണ്ടാവുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, എല്ലാവർക്കും അറിയായിരിക്കും. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക നമുക്കറിയാം. 1380 ഇപ്പോൾ ഉള്ളത്, നമ്മൾ വാങ്ങുന്നത് 1200 രൂപക്കാണ്. അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, 180. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 180 ആണ്. പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമുക്കിപ്പം എത്രക്കാണോ വിൽക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് എത്രയാണ് ചിലവായത് അത് മൈനസ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് കിട്ടി. അതിനടുത്തത് എന്താണ്, കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്, നമ്മൾ വാങ്ങുന്ന പ്രൈസ് എത്രയാണ്, 1200 രൂപയാണ്. 1200 രൂപക്കാണ് വാങ്ങുന്നത് ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. 15% ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അതായത് നമ്മൾ 1380 രൂപക്ക് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്, 15% പ്രോഫിറ്റ് ഉണ്ടാവും. നമുക്ക് ആദ്യം 1200 രൂപക്ക് വാങ്ങിയ സാധനം വിറ്റപ്പം 10% ആണ് പ്രോഫിറ്റ് ഉണ്ടായത്. അതായത് അപ്പോൾ ഇവിടുത്തെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇൻക്രീസ് ഇൻ ദ പ്രോഫിറ്റ് പെർസെൻറ്റേജിലുള്ള ഇൻക്രീസ്. ആദ്യം 10% ആയിരുന്നു പ്രോഫിറ്റ്, ഇപ്പോൾ 15%. ഇപ്പോൾ ഇൻക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 15 - 10 വിച്ച് ഈസ് ഈക്വൽ ടു 5%. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 5%. അപ്പോൾ 5% ഇൻക്രീസ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അടുത്തത് 94ാമത്തെ ക്വസ്റ്റൻ ആണ്. 94ാമത്തെ ക്വസ്റ്റൻ എന്താണ്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ജർമ്മൻ സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് എക്സ്റേ കണ്ടുപിടിച്ച ജർമ്മൻ സയൻറ്റിസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: എ വില്യം റോൺടച്ചൻ, ബി ഫിലിപ്പ് ലിയനാർഡ്, സി മാരി ക്യൂറി, ഡി വില്യം ക്രൂക്സ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ആരാണ് എക്സ്റേസ് കണ്ടുപിടിച്ചത്? എക്സ്റേസ് കണ്ടുപിടിച്ചത്, ഡിസ്കവേർഡ് ചെയ്തത് ആരാണ്? വില്യം റോൺടച്ചൻ ആണ്. വില്യം റോൺടച്ചൻ ആണ് എക്സ്റേസ് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ്. 1895 അദ്ദേഹം എക്സ്റേ ഡിസ്കവർ ചെയ്യുന്നത്. 1895 എക്സ്റേസ് ഡിസ്കവർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് 1901 അതിന് നോബൽ പ്രൈസ് കിട്ടി. 95ാമത്തെ ക്വസ്റ്റ്യൻ വർക്ക് ആൻഡ് ടൈം ആണ്. എന്താണ്? വർക്ക് ടുഗെദർ എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 40 days. 40 ദിവസം കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദ റേറ്റ് അറ്റ് വിച്ച് ദേ വർക്ക് ഈസ് ഇൻ ദ റേഷ്യോ 8:5. 8:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഹൗ മെനി ഡേയ്സ് വിൽ എ അലോൺ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക്? എ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 8x ആയിട്ട് എടുക്കാം, അതുപോലെ 5x. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്? രണ്ടുപേരുടെ എഫിഷ്യൻസി, അതായത് എഫിഷ്യൻസി എന്ന് പറയും രണ്ടുപേരുടെ എഫിഷ്യൻസി ഇൻറ്റു ടോട്ടൽ ടൈം, അതാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? 8x + 5x. ഇതാണ് അവരുടെ ടോട്ടൽ എഫിഷ്യൻസി. രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഇൻറ്റു 40 days. 40 ദിവസം രണ്ടുപേരും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? അവരുടെ ടോട്ടൽ വർക്ക് കിട്ടി. ഇത് ടൈമാണ്, ഇത് അവരെ എഫിഷ്യൻസി. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലാണ് ടോട്ടൽ വർക്ക് എത്രയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? 8x + 5. എന്തിനാണ് നമ്മളിവിടെ ടോട്ടൽ വർക്ക് ചെയ്യുന്നത്? ടോട്ടൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എയുടെ വർക്ക് എത്രയാണ്, ബിയുടെ വർക്ക് എത്രയാണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പം ഇവിടെ 8 + 5 13x. 13x × 40 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 520x. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 520x ആണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എയുടെ എഫിഷ്യൻസിയാണ്. അതായത് എ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ വർക്ക് 520 ആണ്. എയുടെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്താണ്? ടോട്ടൽ വർക്കിനെ എയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 8 അല്ലേ? 8x. 8x ക്യാൻസൽ ചെയ്യുക. 8നെ കൊണ്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ എക്ക് 65 ദിവസം കൊണ്ട് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തായിരിക്കും ബിയുടെ വർക്കാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നേരെ നമ്മൾ എന്ത് ചെയ്യും? 520 / 5 ചെയ്യും. 5104 104 ദിവസം കൊണ്ടാണ് ആർക്ക്? ബിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ബിയുടെ വർക്കാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വർക്ക് ആൻഡ് ടൈമിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് യൂണിയൻ ബജറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് പ്രസൻറ്റഡ് ബൈ ഹൂം? ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഷൺമുഖം ചെട്ടി, ബി രാജേന്ദ്ര പ്രസാദ്, സി മൊറാർജി ദേശായി, ഡി സുചേത കൃപാലിനി, എസ് കൃപാലിനി. അപ്പോൾ ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ആൻസർ? ഇവിടെ ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തത്? ഇന്ത്യയുടെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തത് ഓപ്ഷൻ എ കെ ഷൺമുഖം ചെട്ടിയാണ്. ഷൺമുഖം ചെട്ടിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തത്. 1947 നവംബർ 26 ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് കെ ഷൺമുഖം ചെട്ടി പ്രസൻറ്റ് ചെയ്തത്. അപ്പം ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഇത് പറയുമ്പോഴാണ് ഇൻ്ററിം ബഡ്ജറ്റ് അഥവാ ഇടക്കാല ബഡ്ജറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ, അവസാനമായിട്ട് ഇന്ത്യയിൽ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക താഴെ. അപ്പോൾ നമുക്ക് 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 97ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് 50 ആൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദം ഈസ് 7:2. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. എല്ലാം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ദ റേഷ്യോ ബിറ്റ്വീൻ രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 7:2 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോസിറ്റീവ് നമ്പേഴ്സ് 50 ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എഴുതാം 7x - 2x = 50 അല്ലേ? അപ്പോൾ എത്രയാണ്? 5x = 50, x = 50/5 എത്രയാണ്? 10. x എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പം തന്നെ നമുക്ക് നമ്പേഴ്സ് ഇവിടെ കിട്ടി. 7x എന്ന് പറയുമ്പോൾ 7 × 10, അതുപോലെ 2x എന്ന് പറയുമ്പോൾ 2 × 10. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 70-യും 20-യും.
ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. അപ്പോൾ 70ൻ്റെയും 20ൻ്റെയും പ്രൊഡക്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 70 × 20 ആൻസർ ഈസ് 1400. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 1400. ഇത് 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം വിച്ച് കൺട്രി ആർ ദ എമർജൻസി പ്രൊവിഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ്? അതായത് എമർജൻസി പ്രൊവിഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ എമർജൻസി പ്രൊവിഷൻ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ USA, ബി UK, സി ജർമ്മനി, ഡി കാനഡ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ എമർജൻസി പ്രൊവിഷൻ ബോറോ ചെയ്തിട്ടുള്ളത്? നമ്മൾ എമർജൻസി പ്രൊവിഷൻ ബോറോ ചെയ്തിട്ടുള്ളത് ജർമ്മനിയുടെ കയ്യിൽ നിന്നാണ്. അതായത് ജർമ്മനിയിൽ നിന്നാണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എമർജൻസി പ്രൊവിഷൻ വരുന്നത് ആർട്ടിക്കിൾ 352, അതുപോലെ 356, അതുപോലെ 360. ആർട്ടിക്കിൾ 352, 356, 360ലാണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 352 എന്ന് പറയുന്നാൽ നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് രാജ്യത്ത് പ്രസിഡൻറ്റ് എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അതാണ് 352-ൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 356-ൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സ്റ്റേറ്റിൽ എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനും അവിടെ എമർജൻസി പ്രൊവിഷൻ ഉണ്ടാക്കുന്നതാണ് 356 എന്ന് പറയുന്നത്. അതുപോലെ 360 എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ എമർജൻസി, അതായത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഏർപ്പെടുത്തുന്നതാണ് 360-ൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ എമർജൻസി പ്രൊവിഷൻ ആർട്ടിക്കിൾ 352, 356 ആൻഡ് 360-ലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. 99ാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഇന്ത്യാസ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഡിഫൻസ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ഇൻ 2013? 2013 ലോഞ്ച് ചെയ്ത ഇന്ത്യയുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഡിഫൻസ് സാറ്റലൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻസ് എ GSAT-7, ബി GSAT-6, സി INSAT 4B, ഡി കൽപ്പന 1. ഏതാണ്? 2013 ഇന്ത്യ ലോഞ്ച് ചെയ്ത ഡിഫൻസ് എക്സ്ക്ലൂസീവായിട്ടുള്ള ഡിഫൻസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് GSAT-7 ആണ്. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 100ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 100ാമത്തെ ക്വസ്റ്റ്യനും അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹു വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ടു ക്രിയേറ്റ് എ പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ്? പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നല്ല ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹെൻറി മോസ്ലി, ബി റോബർട്ട് ബോയിൽ, സി ഡിമിത്രി മെൻഡലീവ്, ഡി ജോൺ ന്യൂലാൻഡ്സ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ പഠിച്ചു വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഓപ്ഷൻ സി മെൻഡലീവ്. ഡിമിത്രി മെൻഡലീവാണ് ആദ്യമായിട്ട് എലമെൻറ്റ്സിനൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം അറ്റോമിക് മാസിൻ്റെ ഓർഡറിലാണ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഹെൻറി മോസ്ലി എന്തായി? അറ്റോമിക് വെയ്റ്റിൻ്റെ ഓർഡറിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ റീഅറേഞ്ച് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാക്കിയത് ഡിമിത്രി മെൻഡലീവ്. അപ്പോൾ ഇതോടെ നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി വരുന്ന നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്രാക്ക് RRB NTPC. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.